കടമെടുക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ്. 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ഫെബ്രുവരി 25-ന്. ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയിലേക്ക്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, സംസ്ഥാനം വളരെയധികം കടക്കിണിയിലായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാമ്പത്തിക ഞെരുക്കം എല്ലാ വകുപ്പുകളിലുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല പ്രശ്നങ്ങളും സർക്കാരിനുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വളരെയധികം ധൂർത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന ചില ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. വീണ്ടും കടമെടുക്കാൻ ഒരുങ്ങുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പ്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ദേവിക, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സംസ്ഥാന ബഡ്ജറ്റ് അവതരണവും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിൽ പോലും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കാൻ എല്ലാ പദ്ധതികളുടെയും പദ്ധതി വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിന്നിരുന്നു. വീണ്ടും ബഡ്ജറ്റ് അവതരണം 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം കഴിയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ്. എടുത്തു പറയേണ്ടത് 1920 കോടി രൂപ സംസ്ഥാനം വീണ്ടും കടപ്പത്ര ലേലത്തിലൂടെ കടമെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നതാണ് വസ്തുത. നേരത്തെ 39,000 കോടി രൂപയാണ് സംസ്ഥാനം കടമായി സംസ്ഥാനത്തിനുള്ളത്. ഈ 39,000 കോടി രൂപയും 1920 കോടി രൂപയും കൂടി ആകുമ്പോൾ 40,920 കോടി രൂപ കടത്തിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ പല ഘട്ടങ്ങളിൽ സമീപിച്ചെങ്കിലും പക്ഷേ കേന്ദ്രം അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയില്ല. കാരണം സംസ്ഥാനം വർഷാവർഷം വലിയ കടക്കണിയിലേക്കും ബാധ്യതയിലേക്കും കടക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇതിനുള്ള അനുമതി നൽകാതിരുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ കടപ്പത്ര ലേലത്തിലൂടെ കൂടുതൽ കടമെടുപ്പിലേക്ക് സംസ്ഥാനം നീങ്ങുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനായുള്ള ലേലം ഈ വരുന്ന 25-ാം തീയതി ഫെബ്രുവരി 25-ാം തീയതി ആ ലേലത്തിനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന ധനവകുപ്പ് നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 1920 കോടി രൂപ കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാനത്തിന് സമാഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാൻ സംസ്ഥാനത്തിന് സാധിക്കാത്ത സാഹചര്യം വരും. അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ധൂർത്ത് ഒരു ഭാഗത്ത് സജീവമായി തുടരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PSCയുടെ അംഗങ്ങൾക്കും PSC ചെയർമാൻ അടക്കമുള്ളവർക്ക് വലിയ രീതിയിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാനം വീണ്ടും കടമെടുപ്പിലേക്ക് പോകുന്നത്. സംസ്ഥാനത്തിൻ്റെ ഖജനാവ് ആകെ പ്രശ്നത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തുന്നു. ഇത്തവണ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച തുക പോലും കൃത്യമായി ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് ആകില്ല. വിവിധ വകുപ്പുകൾക്ക് പദ്ധതി വിഹിതം നടപ്പിലാക്കുന്ന സമയത്ത് പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ അത് പാഴ്വാക്കാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അധിക ധനസമാഹരണം നടത്താനുള്ള പദ്ധതികൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ പോലും അതിൻ്റെ നടപടിക്രമങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നില്ല. ഈ വർഷാവസാനം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ വരുന്ന സാഹചര്യത്തിൽ പോലും സംസ്ഥാനം കൂടുതൽ ബാധ്യതകൾ ഒഴിവാക്കാനായി കൂടുതൽ ധനസമാഹരണം നടത്താനുള്ള പദ്ധതിയിലേക്കും നടപടിക്രമങ്ങളിലേക്കും സംസ്ഥാന സർക്കാർ കടക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ അധിക ധനസമാഹരണത്തിൽ പോകാതെ കടമെടുപ്പ് പത്രം അല്ലെങ്കിൽ കടപ്പത്രത്തിലൂടെ ലേലത്തിലൂടെ 1920 കോടി രൂപ സമാഹരിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. ഈ വരുന്ന 25-നാണ് ഈ ലേലത്തിനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും മൊത്തം കടം സംസ്ഥാനത്തിൻ്റെ 40,920 കോടിയിലേക്ക് സംസ്ഥാനം എത്തുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അധിക ബാധ്യതയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നവും. ദേവിക.